അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച കുറേ കല്ലുകളും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു. തലക്കെട്ടും കെട്ടി പണ്ടത്തെ പാണ്ഡവർ കൗരവർ നടക്കുന്ന രീതിയിൽ നടക്കുകയാണ്. ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്. ദിസ് ഈസ് സോ ക്യൂട്ട്. അതിൽ പോയിട്ട് കാര്യമില്ല വെച്ചാ എവിടേക്ക് പോണോന്ന് അറിയത്തില്ല. 100 പേര് കൂടുതൽ വന്നിട്ടില്ല ഇവിടെ. അതാണ് കുറുനരിയുടെ ശബ്ദം. ഒരു മനുഷ്യരില്ല. അവിടുന്ന് നടന്ന് ഇത്രയും മുകളിലേക്ക് എത്തി. വെള്ളമില്ല. ആദിമ പിതാക്കന്മാരുടെ പാദങ്ങളാണ് ഈ കാണുന്നത്. ആ ഒരു സൈഡ് മൊത്തം അസ്ഥികൂടങ്ങളാണ്. ഒരു റോയൽ തന്തൂരി ഗ്രിൽ കറിയുടെ കബാബിന്റെ സെന്ററാണ്. ബിരിയാണി ഭയങ്കര ടേസ്റ്റോടുകൂടി തിന്നുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം. ഇറ്റലിയിൽ നിന്ന് ഒരു കോഫി ഐസ്ക്രീം മേടിച്ചപ്പോ ഐ ലവ് ഇറ്റ്. ഗൈസ്, ഇപ്പൊ നമ്മള് അത്യാവശ്യം ഇതേപോലെയുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച കുറേ കല്ലുകളും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു. നോക്ക്, ഇവിടെ ഭയങ്കര റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ സൂക്ഷിച്ച് റോപ്പിൽ ചവിട്ടിയില്ലെങ്കിൽ വിണ്ട് കീറാനുള്ള ചാൻസ് കൂടുതലാണ്. ഒടുക്കത്തെ കാറ്റാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഞങ്ങള് തലയിലിടിച്ച തുണി തലക്കെട്ടും കെട്ടി പണ്ടത്തെ പാണ്ഡവർ കൗരവർ ക്ഷത്രിയർ ശൂദ്രർ നടക്കുന്ന രീതിയിൽ നടക്കുകയാണ്. ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂവ് കണ്ടോ? ഇതിൽ നിന്ന് പൂവുണ്ടാകും. അതാണ് ഈ പൂ. എന്ത് ക്യൂട്ടായി പൂ. വാവ് ഗൈസ്, ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്. എനിക്ക് 2 ക്യൂട്ടായിട്ടുള്ള പൂക്കളെ കിട്ടി. ഇച്ചാൻ എനിക്ക് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ തരുന്നുണ്ട്. ഒരു ഞവണിക്കേനെ തന്നു. ഇതാണ് ഞവണിക്ക. Oh my god, this is so cute. I love it. So cute. Oh, it's so cute. എന്തോരം പൂക്കളല്ലേ. പക്ഷെ ഈ പൂക്കളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ പൂക്കളൊക്കെ കാണുന്നത്. അവരും എന്നെ വഴിക്കൂടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് അതിക്കൂടെ വേറെ വഴിക്കൂടെയും പോവാം. പക്ഷെ നമ്മൾ വേറെ വഴിക്കൂടെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് എത്തില്ല. അവര് വന്ന വഴിക്കൂടെ തന്നെ പോവാം. നമ്മൾ കൂടുതൽ മോഡേൺ ലൈഫിലേക്ക് വളരണ്ട. പണ്ടൊക്കെ എൻ്റെ അമ്മച്ചി എന്നെ എവിടെയെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു 2 ഡ്രസ്സെങ്കിലും എക്സ്ട്രാ കയ്യിലെടുക്കും. സോ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ഡ്രസ്സ് ഭയങ്കര എത്ര കംഫർട്ട് ഡ്രസ്സ് ഇട്ടാലും ഒരു അൺകംഫർട്ടബിൾനെസ് ഫീൽ ചെയ്യും. സോ ഞാൻ ഇട്ട ഡ്രസ്സ് ഒരു കംഫർട്ടില്ലാത്ത ഡ്രസ്സായിരുന്നില്ല, കംഫർട്ടായിരുന്നു. പക്ഷെ എനിക്ക് അൺകംഫർട്ടബിൾ തോന്നിയിട്ട് ഞാനത് മാറ്റി. ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് തോന്നുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എനിക്കിത് കംഫർട്ടബിൾ അല്ലാത്ത സമയത്താണ് നമ്മള് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഓ മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ. ഇച്ച പിന്നെ ഇച്ചാനുള്ളതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് ഇച്ചാന് തലപ്പാവായി അല്ലേ? I love it. This one. I love it. This one. കുറച്ച് പാർക്കല്ലുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് ഇഷ്ടപ്പെട്ടതാ. എനിക്ക് ലവ് ചിഹ്നം ആകൃതിയിലുള്ള സാധനം ഉണ്ടാക്കി തന്നെ കേട്ടാ. അഞ്ഞതി അത് എടുത്തോട്ടെ, അത് ശരിക്കും എടുക്കണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ക്യൂട്ട് പ്രദേശത്തോടെ നമ്മൾ യാത്ര പോകാനായിട്ടാണ്. ദെൻ ഇവിടെ നമുക്ക് കുറെ ക്യൂട്ടായിട്ടുള്ള പൂക്കൾ കിട്ടി, ശംഖ് കിട്ടി.
ഇനി നമുക്ക് എവിടേക്ക് പോകണ്ടേ? ഇവിടെ വരെ നമ്മൾ പോയി, ഇനി ഇവിടുന്ന് അങ്ങടേക്കല്ലേ? ഇങ്ങനെ നമ്മൾ വന്നത് ഈ വഴിയല്ലേ ചാ? ഏതില് പോയിട്ട് കാര്യമില്ല ചാ. നമ്മൾ ആ വഴി വന്നിട്ട് ഈ വഴിക്കൂടെ ഇനി പോകേണ്ടത്. ഞങ്ങൾ ഒരുപാട് നടന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ബോർഡ് എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ഇവിടെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര റയറാണ്, കിട്ടാനില്ല കണക്ഷൻസ് ഒന്നും. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി വഴി കണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. പക്ഷെ ഇതുപോലെ തന്നെ മാപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വഴിക്കരികിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയതിന്റെ പേരിൽ ഞങ്ങൾ ഇത് നോക്കിയിട്ടാണ് നടക്കുന്നത്. വിജനമായ പ്രദേശത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വഴി തെറ്റോ എന്നുള്ള പേടി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ഒരു ആശ്വാസം ഉള്ളത്, വന്നിറങ്ങിയ ഭാഗത്തേക്ക് തന്നെ വഴി തെറ്റിയാലും നമ്മൾ തിരിച്ചെത്തും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കല്ലുകളില്ലേ, വോൾക്കാനിക് കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ട് അവർ വഴി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും സ്പെയിനിന്റെ ഇങ്ങേയറ്റം വരെ ഞങ്ങൾ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരും എഴുതി കൂട്ടിച്ചേർത്തു. കുറെ നേരത്തെ നടത്തത്തിന് ശേഷം ഇച്ചായന നല്ല രീതിയിൽ മൂക്കിന്ന് ഒലിച്ചു തുടങ്ങി. ആൻഡ് തലവേദനയും. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് പ്രശ്നം വരാണെങ്കിൽ ഒടുക്കത്തെ പ്രശ്നമായിട്ട് മാറി 1 മാസം കിടക്കും. കമോണിച്ചാൻ കുഞ്ഞി, ഓടിവാ, ഓടിച്ചാടി വാ. ഇതുള്ളതുകൊണ്ട് വയ്യല്ലേ ചാകുഞ്ഞി? മനുഷ്യനില്ല ഇവിടെ. ഒടുക്കത്തെ കാറ്റ്, എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ല. ഒരു ഏകാന്തത ഫീൽ ചെയ്യണു. പക്ഷെ ഇവിടെ ഒരു 100 പേര് കൂടുതൽ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഇപ്പൊ ഒരു 100 പേര് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും ആരും ആരെയും പെട്ടെന്ന് കണ്ടുമുട്ടുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറേ നേരം നടക്കുമ്പോഴാണ് കാണുന്നത്. കേൾക്കാമോ ആ ശബ്ദം? അതാണ് കുറുനരിയുടെ ശബ്ദം. കുറുനരിയുടെ പോലത്തെ ഒരു ശബ്ദം. ഒരുതരം പക്ഷിയാണ്. പക്ഷി കിടന്ന് ചിലക്കുകയാണ്. ആൻഡ് ഈ ചായന് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരാണ്. പക്ഷെ എന്നാലും ഈ ചായൻ പോകുന്നുണ്ട്. ആ ചായൻ കുഞ്ഞി. ഇലയില്ലാത്തൊരു, നമ്മുടെ നാട്ടിൽ മറ്റേ ചെമ്പകം പോലെ അല്ലേ? അങ്ങ് നടന്നാലും. ഈ അവസരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത്യാവശ്യം നല്ല വെയിലാ. വീട്ടിൽ ചെല്ലുമ്പോ കരിവാളിച്ചിരിക്കണ കാണാം. സൺ ടാൻ, അത് ഇത് മറ്റത് മറിച്ചത് എല്ലാം അടിച്ച്. ഞാൻ കണ്ണട എടുത്തിട്ട് ഒരു രക്ഷയില്ല. പതുക്കെ വേദന വന്നു. കണ്ണട വയ്ക്കാം. ആണോ? ഇപ്പൊ കണ്ണിലേക്ക് നേരിട്ട് അടിച്ചിട്ട് ഇത്രയും വെയിലടിച്ച് ചെയ്യുമ്പോഴേ ഗൈസ് നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യരില്ല. കളറുള്ള കണ്ണടയാണെങ്കിൽ മറ്റേ പോളറൈസ്ഡോ കണ്ണടാക്കിയ മീനെ കാണാൻ പറ്റില്ലേ? ഗൈസ് നോക്കൂ, ഇതിന്റെ ഏറ്റവും ചെറുത് എന്ത് ഭംഗിയായിട്ട് നിൽക്കണേ. നമ്മൾ നേരത്തെ അവിടെയാണ് വന്നത്, അവിടുന്ന് നമ്മൾ ഇവിടേക്ക് വന്നു. അവിടുന്ന് ഇത്രയും മുകളിലേക്ക് എത്തി. ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂര്യൻ പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. ഞങ്ങൾ നടന്ന് ഇപ്പൊ കടലിന്റെ അടുത്തെത്തി. മരുഭൂമി, കടല്, കുറെ മൺപ്രദേശങ്ങള്, മാറി മാറി വരുന്ന കാലാവസ്ഥ എല്ലാം കൊണ്ടും ഭയങ്കര അവശതയായി പോയി. കാറ്റ് വരുമ്പോ ഒരു ആശ്വാസം ഉണ്ടെങ്കിലും കടൽക്കാറ്റ് ഏറ്റു കഴിയുമ്പോ ചൂടിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. കാരണം കടലിലെ കാറ്റ് നമ്മുടെ മുഖത്തേക്ക് ഏൽക്കുമ്പോ ഉപ്പുരസമാണല്ലോ, പിന്നെ വീണ്ടും ചൂട് കൂടും. ഞങ്ങളിപ്പോ കടൽ തീരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് വീണ്ടും നടക്കാനുണ്ട്. ഒരു തുണി എക്സ്ട്രാ എടുത്തുകൊണ്ട് നന്നായി. അത് തലയിൽ തലപ്പാവ് പോലെ ചാന് വെക്കാൻ പറ്റി. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും അവശതയായി പോയി. നടന്നതിന്റെ ക്ഷീണമല്ല, കത്തുന്ന വെയിലിൽ നടക്കുമ്പോ ഉണ്ടല്ലോ ശരീരത്തിലെ ജലാംശം മൊത്തം പോകും. പിന്നെ അമിതമായിട്ടുള്ള ചൂട് തലയിലേക്കും കണ്ണിലേക്കും അടിക്കുന്നത് കൊണ്ട് തലവേദനയും കണ്ണുവേദനയും വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൈഗ്രെൻ വരുമെന്നാണ് നമ്മുടെ പേടി. എന്തായാലും ഇച്ചാന് തലപ്പാവ് കിട്ടി. എനിക്ക് മുടിയുള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വലിയൊരു തീക്കനിലേക്ക് ഇട്ട അവസ്ഥയായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ. കിരീടം വെച്ചു, കിരീടാവകാശം ചെയ്തു തീർന്നു. ഇനി നടന്നു വേഗം പോവാം. ഇച്ചന്റെ കണ്ണട അറിഞ്ഞ് താഴെ വീണു. ഓക്കെ, മുരണം പാറക്കല്ലുകളാണിത്. അത് വെച്ച സ്റ്റെപ്പ്. ഹായ് ചാ,
സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അല്ല, എൻ്റെ കുഞ്ഞു ബുദ്ധി അനുസരിച്ച് നമ്മൾ ലാബോസിന്റെ അടുത്തേക്ക് എത്താറായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ലാബോസ് ഒളിച്ചിരിക്കുകയായിരിക്കും അല്ലേ ചാ? ഒട്ടനവധി പേര് ഫേരിയിൽ ഈ ഒരു ദ്വീപിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ. ആളുകളെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷമാണ്. ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പണി കിട്ടും. ഒറ്റപ്പെട്ടൊരു തരിശുഭൂമിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇട്ട കണക്കിനായി പോയി. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ വർത്താനം പറയാനും ശ്രമിക്കും. നടത്തത്തിന്റെ തുടക്കത്തിൽ ഒരു എൻജോയ്മെന്റ് ഉണ്ടെങ്കിലും നടന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഏകാന്ത ഫീൽ ചെയ്ത് തുടങ്ങി. ലാബോസിനെ കാണാനില്ല ഗൈസ്. ഇവിടെ ഒരുപാട് തപ്പയിൽ ഞാനിവിടെ ലാബോസിനെ കാണാൻ വേണ്ടി വന്നതാ. നടന്ന് ഉപ്പാട് പോയി. രക്ഷയില്ല, വെള്ളമില്ല. മരുഭൂമി എന്ന് പറഞ്ഞ മരുഭൂമിയുടെ അമ്മ ഇപ്പം തോന്നിട്ടും എനിക്ക് പക്ഷെ ഇഷ്ടമാണ് ഇവിടെയൊക്കെ. പക്ഷെ ഇച്ചാന ആലോചിച്ച് എനിക്ക് വിഷമം വന്നു. അല്ല, പക്ഷെ എന്നെ ആലോചിച്ച് എനിക്ക് വിഷമിക്കാൻ പറ്റുമോ? കുഞ്ഞിനെ ആലോചിച്ച് ഞാൻ വിഷമിക്കും. ചുമന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുമലാന്ന് പറയരുതെന്ന്. ഈ തെണ്ടി പിള്ളേർ ചുമന്ന മണ്ണുകൾ. ഇവിടെ എല്ലാവർക്കും കേൾക്കാം. എന്നെ പറഞ്ഞാലും എന്തെങ്കിലും പറച്ച കുഞ്ഞ്. ഒരു മരുഭൂമി എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയാണിത്. കണ്ണട ഇല്ലാണ്ട് ഒന്ന് കാണാൻ പറ്റില്ല. കണ്ണ് പഠിച്ചോളും. കണ്ണട ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബിൻ വെച്ചേക്കുന്നത്. ഓ, ഐ കാൺട്ട് ബിലീവ് ദിസ്. ഭയങ്കര രസമായിട്ട് വെച്ചേക്കണ. ഞാനൊരു കാര്യം പറയാം, ഒരു വേസ്റ്റ് വിടില്ല. അതാണ് മെയിൻ പോയിന്റ്. ഇത്രയും ടൂറിസ്റ്റേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് വേസ്റ്റ് ഇല്ല. അതൊരു നല്ലൊരു പോയിന്റ് അല്ലേ ചെറുഞ്ഞേ? സത്യം പറഞ്ഞാൽ നമ്മള് ഇറ്റലിയിലൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് ഓഫ് ഗോഡ് ഡാം ഇറ്റ്, വേസ്റ്റ് ഉണ്ട്. ഇറ്റലിയൊക്കെ സൂപ്പർ പ്രദേശമാണ്. പക്ഷെ വേസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പറയാൻ. ഓ മൈ ഗോഡ്, ഈ ഒരു പറവയുണ്ടല്ലോ, അതിന്റെ നിഴല് താഴെ കണ്ടു കഴിഞ്ഞാൽ പ്ലെയിനാന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോ രണ്ട് വുഡൻ ആയിട്ടുള്ള വുഡ് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പാലം പോലെ നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളം കയറി മിക്കവാറും സീസൺ വരുമ്പോ പോണ വഴികളെ തോന്നുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് നടന്നു പോകാൻ ആ സമയത്ത് വരുമ്പോൾ ആൾക്കാർക്ക് പറ്റില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെച്ചേക്കുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ നിങ്ങളെ. അത്രയും നമ്മൾ നടന്നു കഴിഞ്ഞു. ആൻഡ് യെസ്, നടന്നു വന്നു കഴിഞ്ഞപ്പോൾ കിണർ പോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടു. കുറെ കല്ലുകളൊക്കെ കൂട്ടി വെച്ച് കിണർ പോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെയുള്ള ഗാർഡുകൾ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു മാർഗം. ഗൈസ്, നമ്മളൊരു പ്രദേശത്തോട് വന്നു കഴിഞ്ഞപ്പോ മണല്, ഗൈസ് മണല്. നമുക്ക് മുമ്പേ പാദങ്ങൾ ചവിട്ടിപ്പോയ നമ്മുടെ ആദിമ പിതാക്കന്മാരുടെ പാദങ്ങളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. ഉച്ചിയില് വെയിലടിച്ചിട്ടുണ്ടല്ലോ ഒരുമാതിരി. പെട്ടെന്ന് ഇവിടുന്ന് വെയിലടിച്ചിട്ട് ഈ കണ്ണട വെച്ച് നോക്കി കഴിഞ്ഞപ്പോ ഏതോ പാമ്പ് വളഞ്ഞു കിടക്കണ മാതിരി തോന്നി. ഓ മൈ ഗോഡ്, അന്തപ്രാണം കെട്ടി. ഈ സാധനം ഉണ്ടല്ലോ, അങ്ങ് അറ്റൊന്ന് നോക്കുമ്പോ ഒരു വലിയ പാമ്പ് കിടക്കണോന്നും തോന്നും. ഇതേ കുറുക്കന്റെ ശബ്ദം. പക്ഷെ അതൊരു പ്രാവാണ്, ഒരു തരത്തിലുള്ള പ്രാവാണ്. ആ പ്രാവ് കിടന്ന് കൂവിക്കൊണ്ടേയിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ. കയറൊക്കെ കെട്ടിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു ബോധമില്ല ഇത് കൂടെ പോകാൻ പാടില്ലേ. അതേ ഒരാൾ കിട്ടി, എന്നാ കൊടുക്കാം. സാർ, നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു കഴിഞ്ഞാൽ 10 യൂറോ വെച്ച്. മരുഭൂമിന്ന് ഞാനൊരു ചെടി പറിച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു വൈറ്റ് കളറുള്ള പശ പോലത്തെ ഒരു സാധനം വീണായിരുന്നു. എന്നിട്ട് കൈ നോക്ക്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കണു.
ഇത് മരുഭൂമിയിൽ ഞാൻ ആലോചിക്കുന്നത് ചത്തുപോയാനേട്ടോ. സത്യം പറഞ്ഞല്ലോ ഈ സാധനം ഭയങ്കര വിഷ. ഒരുമാതിരി മറ്റേ 5 രൂപയുടെ ഫെവിക്വിക്ക് മേടിക്കണ പോലെ കൈ ഒട്ടുന്നത് ഈ ഒരു ചെടി. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ ഒട്ടും ജലാംശമില്ലാത്ത ഈ പ്രദേശത്ത് വളരണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവൽ കപ്പാസിറ്റി ഉള്ള ചെടികളായിരിക്കും. മറ്റേ ഡിസ്കവറി ചാനലില് മറ്റേ ഇത് കണ്ടില്ലേ, ഡോക്യുമെന്റേഷൻ കണ്ടില്ലേ? അപ്പൊ അതില് നമ്മൾ ഇതുപോലത്തെ ഒക്കെ ചെടികൾ കണ്ടില്ലേ അത് ഇതുപോലത്തെ ഒക്കെ ഈ ചെടികളൊക്കെ ആൽഗാസ് ആയിരുന്നില്ലേ, കുഞ്ഞു കുഞ്ഞു മരങ്ങൾ, എന്നിട്ട് അതല്ലേ മരങ്ങളായിട്ട് മാറിയത്. ഞങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഒരു മരമായിട്ട് ഫോം ചെയ്യുന്നതെന്നുള്ള ഫോർമുലകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കണ്ട ചെടീനെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെന്റ്, അത് ഇത്രയും നേരം നടന്നിട്ട് നമ്മൾ കണ്ടൊരു ജീവിയാണത്, അതും അരണക്കുഞ്ഞ്. എക്സൈറ്റിങ്. വിഷമുണ്ടോന്ന് അറിയില്ല കേട്ടോ. അമ്മേ എന്നിട്ട് അതിന്റെ വായിൽ കൈയിടാൻ പോയേക്കണം. എല്ലായിടത്തും പോട്ടെ എന്ന് വിചാരിക്കാനുള്ള. എന്നിട്ട് അത് എങ്ങനെയാ ഓർക്കണം? എന്തെങ്കിലും ഫുഡ് അപ്പൊ കഴിക്കാനില്ല, ഫുഡ് മറന്നു പോയി കഴിഞ്ഞ് അപ്പൊ അതെങ്ങനെയാ? അപ്പൊ അത് മറന്നു പോലെ എടുക്കുമ്പോ തന്നെ വിശപ്പൊക്കെ എങ്ങനെ മറക്കണേ? വിശക്കുമ്പോ എന്തെങ്കിലും കിട്ടിയ അവരതല്ലേ പറയാം. 4:15 നമ്മുടെ ഫേരി. അതിന്റെ എണേനെ വിളിക്കാണ്. എടി സുശീലേ ഇവിടെ വരൂ, സുശീലേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. കണ്ടിട്ട് തന്നെ ഒരു പേടി വന്നു അല്ലേ? ഇതൊരു എന്തൊക്കെയോ ഒരു പ്രദേശം. ഓഫ് മൈ ഗോഡ്, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോവാം. ഓഫ് കാലിലേക്ക് കയറണം. അസ്ഥിക്കൂടങ്ങള് ആ ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒരു മണ്ണ്, അത് ശരിക്കും നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ താണു പോവും. ഞാൻ ഈ ദൈവമായിട്ട് നമ്മളിത് കാല് വെച്ചേക്കാണ്, ഇത് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഇത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഈ മണ്ണ്, അല്പം ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശമാണ്. പിന്നെ ആ ഒരു സൈഡ് മൊത്തം അസ്ഥിക്കൂടങ്ങളാണ്. എന്തിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല, പക്ഷെ ഫുൾ അസ്ഥിക്കൂടങ്ങളാണ്. ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ഐലൻഡിലേക്ക് കടത്തപ്പെട്ടു എന്ന് പറയുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഐലൻഡ് ഈ ഐലൻഡ് ആയിരിക്കും. അല്ലേ? ഓ മൈ ഗോഡ്, ഇവിടുത്തെ കുറേ ഉണ്ട് ഇതുപോലത്തെ ചെറിയ.
ചെറിയ ചെറിയ സാധനം. ഇതിലും കഠിനമായ മരുഭൂമി കൂടെ ഒരു പുൽനാം പോലും കാണാനില്ല. സ്ഥലത്തെ കൂടെ അല്ലേ ആടുജീവിതത്തിലെ മറ്റേ പുള്ളി നടന്നത് അല്ലേ? അത് ശരിയാ. പക്ഷെ കടലുണ്ടായിരുന്നെങ്കിൽ അവൻ കടൽ വെള്ളമെങ്കിലും കുടിച്ചാനല്ലേ? അങ്ങനെ ഇല്ല, മീനെ പച്ചക്ക് തിന്നും. പച്ചക്ക് തിന്നാലോ, അല്ലെങ്കിൽ മീനെ പിടിച്ചിട്ട് കരയിലിട്ട് കുറച്ചു നേരം. ഞങ്ങൾ അത്രയും ദൂരം നടന്നു വന്നു. ഇത് തീരുന്നില്ല ഗൈസ്. ആ ഉണ്ടാകും കുഞ്ഞിനെ കാണാൻ പറ്റുമെന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ. ഇച്ചാൻ്റെ കാല് നോക്കി ഗൈസ്, ഉഴുത് മറിക്കാൻ പോയ പോലെ ഉണ്ട്. ഞാൻ എൻ്റെ കാല് നോക്കൂ, ഒരു കുഴപ്പമില്ല. നടന്നു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ഇത്രയും വിചിത്രത തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ പക്ഷിക്കൂട്ടിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഭീകരപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ. അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടിട്ട് വരുന്ന പ്രദേശങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത പക്ഷികളാണ് അവിടെ ഉള്ളത്. പരുന്തിനേക്കാൾ ഭീകരമായിട്ടുള്ള ഏതോ ഒരു ജന്തു പക്ഷികൾ. വേണമെങ്കിൽ പച്ചമാംസം വരെ അത് ഭക്ഷിച്ചു നിന്നും. അതേ രീതിയിൽ ഭീകരമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും തോന്നിക്കുന്ന രീതിയിൽ അസ്ഥികൂടങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. വീണ്ടും ഞങ്ങൾ ഇതിന്റെ അറ്റം കണ്ടേ തീരൂ എന്നുള്ള വാശിയിൽ നടക്കുവാണ്. ഇങ്ങനെയുള്ള പ്രദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സൈക്കിള് വേണം. നമ്മൾ ഇത്രയും നടന്നു വന്നു. ഇവിടെ 2 വീടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. വീടൊക്കെ ഓപ്പൺ ആണ്. നമ്മളിത് 2 വീട് കണ്ടുവിട്ടത് കാണിച്ച പ്രദേശത്താണ് 2 വീടുണ്ടെന്ന് പറഞ്ഞത്. ഇതൊരു വീട്, ഇതൊരു വീട്. ഇതാണ് 2 വീടുകൾ. ദാറ്റ് മീൻസ് നമ്മൾ അത്രയും നടന്നു വന്നു. ഓ മൈ ഗോഡ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. ഇവിടുത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതികഠിനമാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പക്ഷെ ഇതൊരു എനിക്ക് പുതുമ തരുന്നൊരു യാത്രയാണ്. എനിക്കിഷ്ടപ്പെട്ടു ഇത്. നമ്മൾ ഈ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് ഓൾക്കാൻ്റെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വീടാണ്. എന്തായാലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. താങ്ങി നിർത്തിയേക്കുന്നതാണ്. യെസ്, ഇനി നമുക്ക് വേണ്ടച്ചാ നമ്മുടെ ഹതഭാഗ്യത്തിന് അപ്പോഴാണ് ഇത് വീഴേണ്ട സമയമെങ്കിൽ തല പൊട്ടിത്തെറിച്ച് പോവും. അറ്റ് ലാസ്റ്റ് ഗൈസ് നമ്മൾ ഈ ഐലൻഡിന്റെ അറ്റം കണ്ടു. അതാണ് അതിന്റെ അറ്റം. അവിടെ വരച്ചെന്ന് നോക്കാൻ അണ്ണാകുഞ്ഞ് തോന്നുന്നു. അടിച്ച് കറുത്ത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഒട്ടും പറ്റുള്ള തണുപ്പ്. അയ്യോ സോറി, വെയില്. ഇനി അവിടെയും കൂടി പോയാൽ മതി. അങ്ങനെ ഈ സ്ഥലത്തിന്റെ അറ്റം കണ്ടു. 50 മിനിറ്റ് അവള് നടന്നോ? വണ്ടി എപ്പോഴാ? 3:45 അവിടെ എത്തണ്ടേ? അങ്ങനെ ഞങ്ങള് നടന്ന് ഈ ദ്വീപിന്റെ അറ്റം കണ്ടു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ആ വലിയ മലയുടെ ഏറ്റവും അറ്റത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. അവിടെയാണ് അണ്ണാൻകുഞ്ഞെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു, കുറെ അണ്ണാൻകുഞ്ഞുങ്ങളുടെ. ഈ ഒരു ദ്വീപിലായിരിക്കും എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഞങ്ങൾ ദ്വീപ് കടന്ന് അറ്റം കടന്നും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും സൂക്ഷ്മ നിരീക്ഷണത്തിലായിട്ട് പോലും അണ്ണാനെ കണ്ടില്ല. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ദ്വീപ് മാറിപ്പോയി. ഈ ഒരു ദ്വീപിലല്ല അണ്ണാനുള്ളതെന്ന്. ഞങ്ങൾ ഈ ദ്വീപില് അണ്ണാനെ കാണാനായിട്ട് നടന്നതിന് കണക്കേ ഇല്ല. ലാബോസ് എന്ന് പറയുന്നത് സ്പാനിഷിൽ അണ്ണാനാണെന്നാണ് വിചാരിച്ചത്. അണ്ണാന്റെ പേര് അർദീജാസ് എന്നാണ്. എന്തായാലും അണ്ണാനില്ലാത്ത ഈ ഒരു ദ്വീപിൽ പോയി അണ്ണാനെ നോക്കിയാൽ ഞങ്ങൾ വേണം മണ്ടന്മാര്. ഈ ഒരു ദ്വീപിന്റെ എല്ലാ ചുറ്റുപാടും നമ്മൾ കണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നും കവർ ചെയ്യാനായിട്ടുള്ളതില്ല. ലാസ്റ്റ് വലിയ മലയാണ്. ആ മലയിലേക്ക് ഇച്ചാനാണ് പോയത്. എനിക്ക് തീരെ നടക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെ പോവാഞ്ഞത് ഭാഗ്യമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു മല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് നേരെ നടക്കാം. നമ്മുടെ ഫേരി വരാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഫേരി എന്തായാലും ഒരു 10-15 മിനിറ്റ്
അവിടെ നിർത്തിയിടും. ആ സമയത്തിനുള്ളിൽ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത്. ഇത്രയും നടന്നത്ര ഇനി നടക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. വെറും തരിശുഭൂമി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നോക്കി നടക്കാം. വെള്ള മണലുകളൊക്കെ, ചുമന്ന മണ്ണായിരുന്നു ഇത്രയും നേരം. ചുമന്ന മണ്ണ് മാറി പതുക്കെ പതുക്കെ വെള്ള ചായം പൂശിയ മണ്ണുകളൊക്കെ കണ്ടു തുടങ്ങി. ഈ ദ്വീപിന്റെ തുടക്കത്തിൽ ഒരു ബീച്ചുണ്ട്, ലാസ്റ്റിൽ ഒരു ബീച്ചുണ്ട്. ആ ലാസ്റ്റിൽ കാണുന്ന ബീച്ചാണ് ഇത്. ബീച്ച് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് നടക്കാനുള്ളതുള്ളൂ നമ്മുടെ ഫേരിയിലേക്ക്. ഇത്രയും വെയിൽ കൊണ്ട് ഇവർ ഇത്രയും നേരം നടന്ന് ഈ ഒരു ബീച്ചിൽ വീണ്ടും വെയിൽ കൊള്ളാനിരിക്കുന്നത് ആലോചിച്ചിട്ടാണ് എനിക്കൊരു ടെൻഷൻ. ഞങ്ങൾക്ക് മടുത്തു തുടങ്ങിയായിരുന്നു. ബീച്ചിന്റെ സെറ്റപ്പ് ഒക്കെ സൂപ്പറാണ്, പക്ഷെ അത് ആസ്വദിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ അവിടെ ഒരു പാലം പോലത്തെ സംഭവം ഉണ്ട്. അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ഇവിടെ ഒരുപാട് പോലത്തെ സാധനമുണ്ട്. ആ ചായപ്പിൽ വന്ന് എല്ലാവരും കൂട്ടം കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തിനാണ് ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഈ നായകളൊക്കെ അവിടെ പോയി ഇരിക്കുന്നത് കൂട്ടം കൂടി. ഇവിടെ ആ ഭംഗിയാ സൂര്യൻ വളർന്നത്. പക്ഷെ സൂര്യൻ ഉച്ചയില് ഗോളടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരമായിട്ടും. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ താഴെ ആവാൻ പോകുന്നത്. ആ ചായപ്പതി കയറി കൂടി ഇരിക്കാൻ പോകും. എവിടെയെങ്കിലും സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സമയമില്ല. ഒരു ചുമല സാധനം ഉരുണ്ട് അതാണ് നമ്മുടെ. അങ്ങനെ ദ്വീപ് ഫുള്ള് കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫേരിയിൽ കയറി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫേരിയിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആ കാറ്റൊക്കെ വീശിയിട്ട് ഉറക്കവും വരുന്നുണ്ട്, വിശപ്പും ഉണ്ട്. ഇനി കുറേ ലഹസിൽ എത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നമ്മളിരിക്കുന്നത് ഒരു റോയൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഫ്രണ്ട് ഏരിയ നമുക്കുണ്ട്. അത്യാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ബിരിയാണി, പിന്നെ സ്ട്രോബെറിയുടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സിങ്, പിന്നെ 2 കബാബ്, ഒരു കബാബ് 2ആയിട്ട് മുറിച്ചത് ഒക്കെയാണ്. കബാബ് കഴിച്ചപ്പോഴേ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഇതും കൂടി നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ ഒരു സംഭവം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല അല്ലേ. ബിരിയാണിയിൽ മറ്റേ ഇത് നന്നായിട്ട് ജീരകം അത്യാവശ്യം ഭയങ്കരമായിട്ട് അരച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് എനിക്ക് പറ്റണില്ല. ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. പിന്നെ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിരിക്കുന്ന ഒരാളുടെ കൂടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. അല്ല, എനിക്ക് വിശപ്പ്. ബംഗ്ലാദേശിലൊരു മീൻകറി അതെങ്ങനെയായിരുന്നു? മീൻകറിയിൽ എന്താ ഇട്ടായിരുന്നേ? എനിക്ക് മീനെ കടലിൽ നിന്ന് പിടിച്ച ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊറേ ലേഹസിലുടനീളം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ഇതാണ്. നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ തോന്നി. അപ്പൊ പിന്നെ ഇവിടേക്ക് കയറാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആളുകൾ പോകുന്നതും കാറ്റും ഒക്കെ ആസ്വദിച്ച് കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ വിഭവങ്ങളും വന്നു. എന്നെ ഇവിടേക്ക് ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൈപ്പിലുള്ള ജ്യൂസസ് ഉണ്ട്. ഞാൻ സ്പെയിനിൽ അങ്ങനെ ജ്യൂസസ് പൊതുവെ കണ്ടിട്ടില്ല. ജ്യൂസസ് അല്ല, ഷെയ്ക്സ്. ഞാനിപ്പോ ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി ഇട്ടൊരു ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത്. അല്ലാതെ അവക്കാഡോ ഷേക്ക്, തണ്ണിമത്തൻ ഷേക്ക്, മാംഗോ ഷേക്ക്, പപ്പായ ഷേക്ക്, അങ്ങനെ ഒരുപാട് ഷെയ്ക്കുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ ഫുഡ് ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഒരാനേനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്തായാലും ഫസ്റ്റ് തന്നെ ഇത്രയും തിന്നോന്നറിയാം. ബിരിയാണി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, കാരണം അതിന്റെ കളറൊക്കെ കണ്ടിട്ട്. ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഒരു സ്ട്രോബെറി ബ്ലൂബെറി ഷേക്കാണ്. അതിങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലുള്ള ബോർഡ് ഞാൻ ശ്രദ്ധിച്ചത്. സഫാരിയും വാട്ടർ ട്രിപ്പും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് എന്റെ ശ്രദ്ധ അതിലുടക്കിയിരുന്നത്. കുറച്ച് മയോണൈസും അതും ഇട്ടിട്ട് നമുക്ക് തിന്നോക്കാം. യെസ്, മതി, കുറച്ച് മതി. ഇത് ഇട്ടിട്ട് ഞാൻ തിന്നോക്കട്ടെ കേട്ടോ. ബുദ്ധിമുട്ടാണ്. ഇതിന്റെ തനതായ ടേസ്റ്റ് ഒന്നല്ല, ഭയങ്കര എരിവാണോ? എരിവാ. അതുകൊണ്ടാണ് ഞാൻ വീട് പോയിട്ട്
അതൊക്കെ കഴിച്ചാൽ തിച്ചാ, കാരണം നമുക്ക് കുറേ നേരം എടുത്ത് കഴിച്ച്. കുറെ നേരം ഞാനിവിടെ പഠിക്കാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഇത് തൊട്ടിട്ട് കൂടി ഇല്ല പൊന്നാരിയുടെ. ഇതൊരു റോയൽ തന്തൂരി ഗ്രിൽ കറിയുടെ കബാബിന്റെ സെന്ററാണ്. നമ്മളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടിയതാണ് ഫോർത്ത് ബിന്ദൂരിലെ ഈവനിങ് നൈറ്റ്. ഇതിൽ ഇതെന്തോ ഒരു സാൽസയാണെന്നാണ് പറയണത്. അതിനകത്ത് കുറേ എരിവുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കബാബ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിയിലേക്കാണ് പോയത്. ബിരിയാണിയുടെ മണവും ആ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വായിൽ കൊതിയൂറായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റിലേക്ക് ബിരിയാണി ഇട്ടു. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ചട്ടിയിലൊക്കെയാണ് നമുക്ക് ബിരിയാണി കൊണ്ടു തന്നത്. എല്ലാവിധത്തിലുള്ള പച്ചക്കറിയും ബിരിയാണിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ, മസാലയുടെ കുത്ത് വന്നിട്ട് ബിരിയാണി തിന്നാൻ പോലും പറ്റിയില്ല. ഇല്ലാത്ത ബിരിയാണി ഭയങ്കര ടേസ്റ്റോടുകൂടി തിന്നുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആരെങ്കിലും പറയണം. കാരണം ക്യാപ്സിക്കം അതുപോലെ ആവശ്യമില്ലാത്ത ജീരകം മൊത്തം അരച്ച് ചേർത്ത് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും അതിൽ ഉൾപ്പെടെ ഒരു അഭിമാനം തോന്നുന്നു. എന്ത് വൃത്തിയിട്ട് കാശ് കൊടുത്തല്ലേ എന്ന് വിചാരിച്ചില്ല ചകല്ലേ. കൊറേലിയ ഹൗസിലെ റെസ്റ്റോറന്റിലെ ബിരിയാണി കൊള്ളില്ലെങ്കിലും അത് ആസ്വദിച്ച് അഭിനയിച്ച് കഴിക്കുന്ന ഇച്ചായന് വേണം നൽകാൻ അവാർഡ്. ഞങ്ങൾ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐസ്ക്രീം കടയിലേക്കാണ് പോയത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മധുരം നല്ലതാണെന്നല്ലേ പറയാറ്. കോഫി ഫ്ലേവറിന്റെ ഐസ്ക്രീം ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. എനിക്ക് എന്തോ ഇപ്പൊ ഐസ്ക്രീമിലെ കോഫി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കുമ്പോൾ ഒരു എനർജി വരും. ആ എനർജി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബൗൾ ഐസ്ക്രീം മേടിച്ചു. ആദ്യമായിട്ട് ഞാൻ കോഫി ഫ്ലേവർ ഐസ്ക്രീം കഴിച്ചത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ടേസ്റ്റ് നോക്കാൻ വേണ്ടി മേടിച്ച ഐസ്ക്രീം ആയിരുന്നു ഇറ്റലിയിൽ വെച്ചുള്ള കോഫി ഫ്ലേവർ. പക്ഷെ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ബോധിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോഴും ഞാൻ കോഫി ഫ്ലേവർ ഐസ്ക്രീം തിരയാതിരുന്നില്ല. അങ്ങനെ തെരഞ്ഞു കിട്ടിയതാണ് ഈ ഒരു ഐസ്ക്രീം കട, അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീമും. എനിക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു കോഫി ഐസ്ക്രീം മേടിച്ചപ്പോൾ ഐ ലവ് ഇറ്റ്. അപ്പൊ അതിന്റെ ഒരു ഇതില് കോഫി ഐസ്ക്രീം മേടിച്ചതാണ്. നല്ല ഇത് അവിടത്തേക്കാളും കുറച്ചും കൂടി കോഫി ഫീൽ ഉണ്ടല്ലേ. കുറച്ചും കൂടി ഡാർക്ക് കോഫിയാണ്. ഇതുകൂടി കോഫി കുടിക്കണ പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ശരിക്കുള്ള കോഫി കുടിക്കുന്ന പോലെ ഉണ്ട്. ഭയങ്കര എനർജി കിട്ടും. അടിപൊളിയാണ്. ഈ സാധനം പിടിക്കാമോ? എന്താ സാധനം അത്? ഈ ചമുഞ്ഞിൽ ഓടുമണ്ടി ആയിട്ടോ ഞാൻ പിടിക്കാതൊക്കെ. ദ്വീപിലെ ഫുൾ കാഴ്ചകളും ഇവിടെ അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ. അപ്പൊ ഇത് തീർത്തിട്ട് വരാം.